ഗൂഗിൾ മാപ്പ് നോക്കി ഓടിച്ച കാർ വഴിതെറ്റി തോട്ടിൽ വീണു. നിറയെ വെള്ളവും ഒഴുക്കുമുണ്ടായിരുന്ന തോട്ടിൽ വീണ കാർ 1/2 കിലോമീറ്ററോളം ദൂരം ഒഴുകിപ്പോയി. കാറിനുള്ളിലുണ്ടായിരുന്ന 4 പേർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കുറുപ്പന്തറ കടവിലാണ് സംഭവം. ഇന്ന് പുലർച്ചെ 2:30ഓടെ കുറുപ്പന്തറ കല്ലറ റോഡിൽ കുറുപ്പന്തറ കടവിലാണ് സംഭവം. ഹൈദരാബാദ് രംഗാറെഡ്ഡി സ്വദേശികളായ മെഡിക്കൽ വിദ്യാർത്ഥികളായ 4 അംഗ സംഘം സഞ്ചരിച്ച കാറാണ് തോട്ടിലകപ്പെട്ടത്. ഗൂഗിൾ മാപ്പ് നോക്കി യാത്ര ചെയ്യുന്നതിനിടെ കൊടുംവളവിൽ ഗൂഗിളിൽ നിന്നും ലഭിച്ച നിർദ്ദേശമനുസരിച്ച് മുന്നോട്ടു പോയപ്പോഴാണ് കാർ തോട്ടിൽ വീണത്. 1/2 കിലോമീറ്ററോളം ഒഴുക്കിൽപ്പെട്ട് കാർ മുന്നോട്ട് നീങ്ങി. യുവതി ഉൾപ്പെടെ കാറിലുണ്ടായിരുന്ന 4 പേരും ഡിക്കിയിലെ ഡോർ തുറന്ന് നീന്തി രക്ഷപ്പെട്ടു. മൂന്നാറിൽ നിന്നും ആലപ്പുഴയിലേക്ക് പോവുകയായിരുന്നവരാണ് അപകടത്തിൽപ്പെട്ടത്. ശക്തമായ മഴയായതിനാൽ റോഡ് കാണാൻ പോലും പറ്റാത്ത സാഹചര്യമായിരുന്നുവെന്നും കാർ തോട്ടിൽ വീണപ്പോൾ തന്നെ ഡോർ തുറക്കാൻ നടത്തിയ ശ്രമമാണ് ജീവൻ രക്ഷിച്ചതെന്നും ഇവർ പറഞ്ഞു. മുമ്പും സമാന രീതിയിൽ നിരവധി വാഹനങ്ങൾ ഇവിടെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇത് ഇന്നലെ വെളുപ്പിനെ 3 മണിക്ക് BS ഡോക്ടറെ പഠിക്കുന്ന 4 ടൂർ പോയത്. അവരുടെ ആലപ്പുഴയ്ക്കാണ് പോകുന്നത്. ഹൈദരാബാദുകാർ പിള്ളേരാണ്. അവർ ഇവിടെ പോയി ഇവിടുന്ന് ഒരു 200 മീറ്റർ താഴെ പോയി വണ്ടി ഓഫായി. അവിടുന്ന് രാത്രി നീന്തി കയറി. പോലീസ് ഇവിടെ ഉണ്ടായിരുന്നു. മറ്റേ ചെക്കിങ്ങിനകത്ത് കിടന്നു. അങ്ങനെ അവർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഫയർഫോഴ്സ് വന്ന് ഞങ്ങളെന്നാ ചെയ്യാനെന്ന് ചോദിച്ചിട്ട് അവർ പോവുകയും ചെയ്തു. ഇപ്പം ഞങ്ങളവരെ വിളിച്ചിട്ട് വരില്ലായിരുന്നു. കുറേ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കാണ് പിന്നെ അവർ പോകാൻ നോക്കുന്നത്. ഫയർഫോഴ്സ് പഞ്ചായത്തിൻ്റെ ഒരു അനാസ്ഥ പറയുന്നത്. ബോട്ട് ഇന്നലെ എല്ലാ വർഷവും ഉള്ളതാണ്. ഇത് വെള്ളം ഇത്ര പൊങ്ങിയില്ലല്ലോ. ഇതിന് മുമ്പ് വണ്ടി ഉണ്ടോ? ഉണ്ട്. നാടകക്കാരുടെ വണ്ടി വരെ ഇപ്പോൾ 4-5 പ്രാവശ്യമായിട്ടില്ല. ഒരു ബോർഡ് പോലും ഇപ്പോൾ വരെ വെച്ചിട്ടില്ല. ഇതിപ്പോൾ ഞങ്ങൾ നാട്ടുകാരെ മുങ്ങി വലിച്ചു കയറ്റി കയറിട്ട് കഴിഞ്ഞ് കരോട്ട് വന്ന് നിൽക്കൊണ്ടിരുന്നു. ഇന്ന് രാവിലെ 11ഓടെയാണ് കാർ തോട്ടിൽ നിന്നും പുറത്തെടുത്തത്. ഫയർഫോഴ്സ് എത്തിയെങ്കിലും ആവശ്യമായ ഉപകരണങ്ങൾ ഇല്ലാത്തതിനാൽ കാർ കരക്കെത്തിക്കാൻ വൈകുകയായിരുന്നു. കാർ കൂടുതൽ ദൂരത്തിൽ ഒഴുകിപ്പോകാതിരിക്കാൻ നാട്ടുകാർ കയറുപയോഗിച്ച് കെട്ടി നിർത്തുകയായിരുന്നു. പിന്നീട് നാട്ടുകാർ തന്നെയാണ് ക്രെയിനിന്റെ സഹായത്താൽ വടം കെട്ടി കാർ വലിച്ചു കരക്കെത്തിച്ചത്. വലിയ ആശ്വാസകരമായ കാര്യമാണ്. ദൃശ്യങ്ങളാണ് പങ്കുവെക്കുന്നത്. എന്തായാലും ഏറെ നേരത്തെ ശ്രമഫലമായാണ് ഇപ്പോൾ കാർ ഉയർത്താനുള്ള ശ്രമത്തിന്റെ അന്തിമ ഘട്ടത്തിലേക്ക് കടക്കുന്നത്. ടോപ്പിച്ചേട്ടാ
വളവാണ് ഇവിടുത്തേത്. ഗൂഗിൾ മാപ്പിൽ ഈ വളവ് കാണിക്കാറില്ല. ഇതറിയാതെ വാഹനം നേരെ ഓടിച്ചാൽ റോഡിന് കുറുകെ ഒഴുകുന്ന തോട്ടിൽ ചെന്ന് വീഴും. ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നാളുകളായി ഇത്തരത്തിൽ ഇവിടെ വാഹനങ്ങൾ വഴിതെറ്റി തോട്ടിൽ വീഴുന്നത് പതിവാണെന്ന് നാട്ടുകാർ പറഞ്ഞു. സംഭവത്തിൽ നാട്ടുകാർ പ്രതിഷേധം അറിയിച്ചു. തോട് കിടക്കുന്നുണ്ട്, തോട് പെട്ടെന്ന് അറിയില്ല, നേരെ വണ്ടി ഓടി വരുമല്ലേ, അപ്പോൾ പെട്ടെന്ന് അറിയാൻ പറ്റില്ല. അതായത് കുരിശൂലി കിടക്കുന്നത് തുറന്ന് കിടക്കുമല്ലേ, വഴി അറിയാൻ പറ്റും, അടുത്ത് വരുമ്പോൾ അറിയാൻ പറ്റുന്നില്ല. എന്തെങ്കിലും മാർഗം ചെയ്തിട്ട് റോഡായി ശരിക്കും സിഗ്നൽ കൊടുക്കണം. ചേട്ടനാണോ എന്നെ സഹായത്തിനോട് വന്നത്? കാലം വന്നാൽ കയറൊക്കെ ഇട്ട് വണ്ടി പൊക്കില്ല, കയറി കയറണം. ഇത് രാവിലെ ഞങ്ങൾ 5:30 ആകുമ്പോഴപ്പം ഇത് നേരെ അവർ പോകാൻ വാങ്ങിക്കൊണ്ട് 2 നേരം വിട്ടു പോകുന്നു. ഇവരിപ്പോൾ നിറയെ 4:30 വിട്ടെന്ന് നോക്കിയാൽ അവിടെ ഇടിച്ച് വണ്ടി തുറപ്പം അവർ ഡോർ തന്നെ തുറന്നു അവിടെ കയറി അവരകത്തിരിക്കുക. അപ്പോൾ അതിലിരിക്കും. കാരണം നമ്മുടെ കൂട്ടുകാർ അവിടെ താമസിക്കുന്നുണ്ട്. അവൻ വന്നാലും കാണുന്നത് പാർവോട്ട്സൊക്കെ വന്നിട്ട് ഇവിടെ നോക്കി നിൽക്കുമല്ലോ. ഞങ്ങൾ നാട്ടുകാർ മാത്രമേ എഴുതിയുള്ളൂ. ഞങ്ങൾ 6 മണിക്ക് തുടങ്ങിയ പരിപാടിയാണ്. സ്ഥിരമായിട്ട് പോകാം. ഇവിടെയാണ് 4 പേരെ ഞാൻ കഴിഞ്ഞ വെള്ളപ്പൊക്കെ ഞാൻ രക്ഷപ്പെട്ടു ഒറ്റയ്ക്ക്. വീടുണ്ട്. അവർ 4 പേരെ അവർ തന്നെ രക്ഷപ്പെട്ടു. അവർ തന്നെ ഇറങ്ങുമായിരുന്നു. ഡോറുണ്ട് അവർ തന്നെ ഏറി അവർ പോയി ആക്സിഡന്റ് വന്ന ഫയർവേഡ് സ്ഥലം വന്നു, സ്ഥലം വന്ന് അവർ ആക്സിഡന്റ് കൊണ്ടുപോയി. ഞങ്ങൾ രാവിലെയാണ് സംഭവം അറിയുന്നത്. എൻ്റെ തമ്പി കടവിന് സമീപം സുരക്ഷാ ക്രമീകരണങ്ങളും മുന്നറിയിപ്പ് ബോർഡുകളും ലൈറ്റും സ്ഥാപിക്കണമെന്നത് ഏറെ കാലങ്ങളായുള്ള ആവശ്യമാണെങ്കിലും നടപടിയില്ലെന്ന് നാട്ടുകാർ പറയുന്നു. നിങ്ങളുടെ സപ്പോർട്ട് ആരെങ്കിലും പറയട്ടെ, എല്ലാം ഞങ്ങൾ നടക്കേണ്ടത്. ഇവിടെ MLA ഉണ്ട്, MB ഉണ്ട്, അവരാണ് മുറിയെടുക്കേണ്ടത്. അല്ലോ നാളെ എത്ര പേരെ ഉണ്ടെന്നറിയാമോ? എത്ര പേര്? ഞാൻ പറഞ്ഞാ ശരി, നിങ്ങൾ പറഞ്ഞാൽ ശരി, അറിയോ? നാളെ ഇത് സംഭവിക്കും. i4U News, ഏറ്റുമാനൂർ.